പണ്ടൊക്കെ എൻ്റെ കൊച്ചുനാളിലൊക്കെ ഒരു മൂക്കടപ്പോ ചെറിയ പനിയോ ജലദോഷമൊക്കെ വന്ന് നമ്മൾ മരുന്നൊന്നും കഴിക്കണ്ട. ഈ കാട്ടിക്കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രം മതി. എനിക്ക് എൻ്റെ കൊച്ചുനാളിൽ ഞാൻ പോകുമ്പോൾ ഈ വഴിയൊന്നുമില്ല. ഈ കല്ലിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചേക്കും, ഇല്ലെങ്കിൽ മരത്തിൽ വെട്ടി വെച്ചേക്കും. ഇതൊക്കെ നോക്കിയാണ് പോണത് വഴി. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങറ്റം വരെ റോഡ് പോലെ. ഇപ്പൊ എനിക്കൊരു ശില്പം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എനിക്കും പല രീതിയിലും പല രൂപവും കുത്തിയെടുക്കാൻ സാധിക്കും. പക്ഷെ അതല്ല നമ്മൾ വിശ്വസിക്കാനുള്ള, നമ്മൾ ഈ പ്രകൃതിയിൽ തനിയെ വരുന്നതാണ്. നമ്മൾ ആ പ്രകൃതിയെ ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. അഗസ്ത്യമണി ഇത് കൂടായിട്ട് കെട്ടി പഠിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ വൈദ്യം, മന്ത്രം, അതെന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച സ്ഥലമാണത്. അതാണ് അഗസ്ത്യ കൂടം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ ഒരു ഐതിഹ്യമുണ്ട്. ഈ ദേവന്മാരെല്ലാവരും കൂടെ ദേവലോകത്ത് നമ്മൾ ഈ സമ്മേളനം കൂടുമ്പോൾ ഒരു സഭ കൂടിയപ്പം അങ്ങോട്ട് കൊണ്ട് ഭൂമി ചരിഞ്ഞു. അപ്പം ദേവന്മാരെല്ലാവരും കൂടെ അഗസ്ത്യമനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ തെക്കേട്ട് വടക്കോട്ടാണ് ചരിഞ്ഞത്. തെക്കോട്ട് പറഞ്ഞയച്ചപ്പോൾ ഇവിടെ വന്നപ്പം സമനിലയായി. അങ്ങനെയാണ് അവിടെ അഗസ്ത്യൻ കുടിയിരുന്നുള്ളത്. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അപ്പം മുനി ഇവിടെ വന്ന് തപസ് ചെയ്തിട്ട് പിന്നെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഇരുന്നു. ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഈ പാറയ്ക്ക് അഗസ്ത്യമുനിന്റെ ഒരു ഷേപ്പ് ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണ്? സത്യമാണ്. കിടക്കുന്ന പോലെ അല്ല, ഇങ്ങനെ നമ്മളെ ഒരു മുഖപ്പൈത് നമുക്കത് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ കണ്ടു? അതാ ചോദിച്ചൊരു ഫോട്ടോയിൽ കണ്ടു. ഫോട്ടോ എടുത്താലും നമുക്ക് യഥാർത്ഥമായിട്ട് കാണാം. ഇവിടെ നിന്ന് കണ്ടിരുന്നാലും നമുക്ക് അതിൻ്റെ ആ ഒരു രൂപം കാണാൻ സാധിക്കും. പക്ഷെ അത് അങ്ങോട്ടൊന്നും വരാത്തതെന്ന് പറഞ്ഞാൽ ഈ വലിയ ആനയെ പേടിച്ചാണ് താഴോട്ടിറങ്ങാത്തത്. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാനകളെ കാണുമ്പോൾ ഈ വലുത് ഇവരെ ആക്രമിക്കും. അതിനെ പേടിച്ചാണ് അത് താഴോട്ടൊന്നും. ഈ കുഞ്ഞാനകള് മനുഷ്യരെ ആക്രമിക്കും. അതാണ് ആക്രമകാരി. അതുപോലെ വലിയ നമ്മളില്ലേ അഗസ്ത്യമണിക്ക് പോകുമ്പോ വലിയൊരു നമ്മൾ ഈ ആട്ടുകളിലൊക്കെ പോലത്തെ ഒരു സ്ഥലം എന്താ? അത് അഗസ്ത്യമണി പണ്ട് മരുന്ന് ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്. സ്ഥലത്ത് കാണുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ആ പാറയിൽ എവിടെ ഒരു ഇടുക്കിൽ വെള്ളമുണ്ട്. ആ വെള്ളം വേനൽക്കാലത്തൊക്കെ അങ്ങനെ തന്നെ അത് അവിടെ നിന്ന് ഊറി വരുന്നതാണ്. പിന്നെ അതുമായിട്ട് നമ്മളെ മുകളിൽ വിൽക്കലായിരിക്കും. അതിന്റെ തൊട്ടടുത്ത് വെള്ളമുണ്ട്. അതെല്ലാവർക്കും അറിയാൻ പറ്റൂല. അവിടെ എടുക്കാൻ പറ്റുമോ വെള്ളം? എടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ നോക്കില്ല. എടുത്ത് നമുക്ക് അവിടുത്തെ എന്തെങ്കിലും പൂജ ചെയ്യുന്നതിന് മാത്രം നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. കുടിക്കുകയും ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് എടുത്ത് കുടിക്കാം. പക്ഷെ അത് കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയിരുന്നാലും നമ്മളത് എടുത്തുകൊണ്ട് പോയിരുന്നാലും ഇനി താഴെ വരുമ്പോൾ ആ വെള്ളം പഴയ നമ്മളെ ഇവിടുത്തെ വെള്ളം പോലെയാവും. പക്ഷെ അവിടെ നിന്നാണെങ്കിൽ നമ്മൾ ഐസ് എടുത്ത് കുടിക്കും പോലെ ഇരിക്കും. വെള്ളം കിട്ടിയല്ലേ ഇന്ന് നല്ല ക്ലൈമറ്റ്. നമ്മളിവിടെ കാണാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കാണാത്ത എന്തെങ്കിലും കാണാനുണ്ടോ നാളെ പോകുമ്പോ? ഇത് വഴിയല്ലാതെ കാണാനുണ്ട്. പിന്നെ ഇനി പാണ്ടിപ്പത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പുറത്തെ സൈഡ് തമിഴ്നാട് നമ്മളെ കേരളത്തിൻ്റെ അവിടെ, കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെയും ബോർഡറിൽ നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അവിടെ. ആന വളർത്തുന്നവളല്ലേ? കോട്ടൂർ കാപ്പുകാർ. കോട്ടൂർ ആനത്തൊട്ടിൽ. ഈ അഞ്ചുമലയോ? അഞ്ചുമല എന്ന് പറയുന്നതോ? അഞ്ചിലപ്പൊതി. അത് നമ്മൾ ഇതിന്റെ മണ്ടയിൽ കയറി കണ്ടല്ലോ, അതാണ് അഞ്ചിലപ്പൊതി. ആ മലയിൽ ഇതുവരെ ആരും പോയിട്ടില്ല. അതിന്റെ മണ്ടയിൽ ആൾക്ക് കയറാൻ പറ്റില്ല. ചേട്ടനൊന്നും കയറിയിട്ടില്ല? ആർക്കും കയറാൻ പറ്റില്ല. അതെന്താ? മല അങ്ങനെയാണോ? മല അങ്ങനെ ആയതുകൊണ്ടല്ല, അതിന് വഴിയില്ല. അതിന്റെ മണ്ടയിൽ കയറാൻ വഴിയില്ല. അതുകൊണ്ട് ആരും കയറിയിട്ടില്ല. പക്ഷെ ഈ പറക്കുന്ന പക്ഷികൾ മാത്രമേ അതിന്റെ മണ്ടയിൽ പോകും. മൃഗങ്ങളല്ലേ? മൃഗങ്ങളും ഒന്നിനും കയറി പോകാൻ പറ്റും. അഞ്ചിലപ്പൊത്തി. പക്ഷെ അവിടെയാണ് ഇപ്പൊ അഗസ്ത്യമണി പഠിച്ചത്. ഇപ്പൊ അവിടെയാണ് ഉള്ളത്.
എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആൾക്കാരെ ശല്യം കൂടിയത് വന്നപ്പോൾ അങ്ങോട്ട് എങ്കിലും അഗസ്ത്യൻ്റെ ഒരു നോക്കിങ്ങോട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെ കൊച്ചുനാളിലൊക്കെ ഒരു മൂക്കടപ്പോ ചെറിയ പനിയോ ജലദോഷമൊക്കെ വന്ന നമ്മൾ മരുന്നൊന്നും കഴിക്കണ്ട. ഈ കാട്ടിക്കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രം മതി, അതപ്പോഴങ്ങ് മാറും. അത്ര ശക്തിയുള്ള സ്ഥലമായിരുന്നു. ഇവിടെ നിറയെ മരങ്ങളെല്ലാം നിറയെ ഔഷധ ഗുണങ്ങളുള്ള തന്നെയാ. എല്ലാം ഔഷധ ഗുണമുള്ളതാണ്, അറിയാവുന്നവർക്ക് മരുന്നാണ്. ഈ നമുക്ക് അറിഞ്ഞൂടാത്തവർക്ക് ഇതൊന്നും ഒന്നുമല്ല. ഇത് താഴെ വരെ ഉണ്ടോ? താഴെ വരെ ഇങ്ങനെ തന്നെയാണോ? ഫുൾ ഔഷധങ്ങളാണോ താഴെ വരെ? ബോണക്കാട് വരെ? ബോണക്കാട് അങ്ങ് പോവില്ല, ഇല്ലല്ലേ? ഇതിന്റെ കുറച്ചൊരു പരിധി വരെ. അല്ല, അപ്പൊ ഇവിടെ നിന്ന് ആരെങ്കിലും മരുന്നിനൊക്കെ പറിക്കലുണ്ടോ? പഠിക്കാനൊന്നും പറ്റില്ല, സമ്മതിക്കില്ല. ഇവിടെ ഗവൺമെന്റ് ഒന്നും എടുക്കല്ലോ. ഗവൺമെന്റ് എടുക്കില്ല. ഈ വേറെ കുറെ ആൾക്കാർ വന്നിട്ട് അവിടെ ഫുൾ പൂജയൊക്കെ ആയിരുന്നു. മേലെ പൂജയല്ല, വന്നിട്ട് ഈ തമിഴ്നാടിൽ നിന്ന് വരുന്നവര് അവര് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവര് വിശ്വാസത്തോടും കൂടെ സങ്കല്പിച്ച് അവരവരെ നേർച്ചകൾ നേർന്ന് അവരിവിടെ വന്ന് പൂജ ചെയ്യും. ഈ എസ്റ്റേറ്റ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. അവരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തിന് മുമ്പ് തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അറിയപ്പെടുന്ന നമ്മളെ വലിയ ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ബ്രിട്ടീഷുകാരും തിരിച്ചു പോയതല്ല, അവരെല്ലാം ഇവിടെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അഗസ്ത്യമുനിയുടെ നടയിലായതുകൊണ്ട് അഗസ്ത്യമുനി എന്തോ മസൂരി എന്നും പറഞ്ഞൊരു രോഗം വാരിയിട്ട് അതോടും കൂടെ എല്ലാം മരിച്ചെന്നാണ് എൻ്റെ മൂപ്പിലാന്മാരൊക്കെ പറഞ്ഞത്. നമുക്ക് ഈ പറഞ്ഞറിവില്ലേ. ചേട്ടന് എത്ര വർഷം പറഞ്ഞിവിടെ? ഞാൻ പറഞ്ഞു 40 വർഷം. അപ്പൊ വീട്ടിൽ പോവില്ല? വീട്ടിൽ പോകും. എനിക്ക് 65 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഞങ്ങളെ ഒരു ഇതായത് കൊണ്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞു വിട്ടെന്ന്. ഇന്ന് വന്ന ഇനി 4 ദിവസം ഇവിടെ കാണും. 5-ന് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണോ ഈ വീട്? മണ്ണ് ഇവിടുത്തെ കല്ലും മണ്ണൊക്കെ വെച്ച് ഇത് മാത്രം വേറെ. ഇത് ആദ്യം ഇതിന്റെ മണ്ടയിൽ കടക്കാടായിരുന്നു കിട്ടിയിട്ടത്. ഈ പെട്ടിയോ ഇതെങ്ങനെയാ? ഇത് നമ്മൾ അടിച്ചു കൂട്ടിയത് തടിയല്ല. ഈ ആദ്യം ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിന്റെ ഈ കതവ് പലകള് ബാറ്റായിട്ട് എടുത്തിട്ട് അതിനെ വെട്ടി മുറിച്ചൊക്കെ അടിച്ചു കൂട്ടിയെടുത്തത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ വന്ന എസ്റ്റേറ്റ് സമയത്ത് അവരുടെ ബംഗ്ലാവ് അങ്ങനത്തൊന്നും ഇല്ല ഇവിടെ? ഉണ്ടല്ലോ. ഇതിനകത്ത് അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ കല്ല് വെച്ച് കെട്ടിയ ചവറുകൾ ഇപ്പോഴും നമുക്ക് കാണാനുണ്ട്. അതെല്ലാം പൊളിഞ്ഞു, ഇങ്ങനെ അവശിഷ്ടങ്ങൾ മാത്രമുണ്ട്. അപ്പൊ ഈ റോഡ് അവർക്ക് മലയിലേക്ക് കുതിര പോയിരുന്നോ? മലയിലൊന്നും പോകില്ല. അന്നൊന്നും ഈ മലയുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അവർക്ക് പോണേറ്റ ഈ എസ്റ്റേറ്റ് തോട്ടങ്ങൾ. മലയിലേക്കുള്ള വഴി എങ്ങനെ വന്നതാ? പണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ പോയതാണ്. എനിക്ക് എൻ്റെ കൊച്ചുനാളിൽ ഞാൻ പോകുമ്പോൾ ഈ വഴിയൊന്നുമില്ല. ഈ കല്ലിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചേക്ക്, ഇല്ലെങ്കിൽ മരത്തിൽ വെട്ടി വെച്ചേക്ക്. ഇതൊക്കെ നോക്കിയാണ് പോണത് വഴി. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങറ്റം വരെ റോഡ് പോലെ ഇത് വഴിയായി. അങ്ങ് മുകളിലില്ലേ ചേട്ടാ അവിടെ ഒരു അഗസ്ത്യമുനിയുടെ ശില്പം ഇല്ലേ? അത് പണ്ട് ചേട്ടൻ അല്ലല്ല, അതിപ്പോ ഈ ഇടക്കാലങ്ങളിൽ കൊണ്ടുവച്ചാണ്. അപ്പൊ പണ്ട് അവിടെ പ്രതിഷ്ഠ പോലെ? പണ്ട് അവിടെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കല്ല് മാത്രം ഇങ്ങനെ വെച്ചിട്ട് അവിടെയാണ് പൂജ ചെയ്യുകയും വിളക്ക് വയ്ക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴി കുറെ നാഗത്താന്റെ പോലെ കുറെ മഞ്ഞളൊക്കെ ഇട്ടത് ഇതൊക്കെ തനിയെ പ്രകൃതിയിലുള്ളതാണ്. അതായത് അപ്പുറത്ത് അവിടെ ഉണ്ട് അതുപോലെ ഷേപ്പുകൾ ഉള്ള കല്ലുകൾ. അതൊക്കെ ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ടായത്. നമ്മൾ ആ പ്രകൃതിയെ ആണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലാതെ ഇപ്പൊ ആ കൊണ്ടുവച്ച വിഗ്രഹമല്ല. കൊണ്ടുവച്ചെന്ന് പറഞ്ഞാൽ പറ്റുന്ന ഇപ്പൊ എനിക്കൊരു ശില്പം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എനിക്കും പല രീതിയിലും പല രൂപവും കൊത്തിയെടുക്കാൻ സാധിക്കും. പക്ഷെ അതല്ല നമ്മൾ വിശ്വസിക്കാനുള്ള, നമ്മൾ ഈ പ്രകൃതിയിൽ തനിയെ വരുന്നതാണ്.